الحمد لله حمدا يوافي مزيدا. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أصحابه الأكرمين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള ഇസ്ലാഹി സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനും ഇങ്ങനെ ഒരു വേദി ഉണ്ടായി. ഇതിന് ഈ വീട്ടിൻ്റെ ഉടമസ്ഥന് സൗകര്യമൊരുക്കി. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പല സഹോദരി സഹോദരങ്ങളും നന്നായി സഹകരിച്ചു. ഇതൊക്കെ പരിശുദ്ധനായ അള്ളാഹു അവൻ്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തും. അത് നന്മയുടെ തുലാസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഘനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യൻ അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരുപക്ഷെ നാളെ ആരോഗ്യമുള്ളയാൾ രോഗബാധിതനായി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്നും ചുറുചുറുക്കോടുകൂടെ, രക്തത്തിളപ്പോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. തൊലി ചുക്കിച്ചുളിയുന്ന, നേർക്കുനേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത, പരസഹായം കൂടാതെ ഒന്ന് ബാത്റൂമിലേക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ആ ദീനിനോട് കൂടുതൽ ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് നമ്മുടെ മുസ്തഫ മൗലവിയുടെ പല കാര്യങ്ങളും പറയുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10ാമത് സംസ്ഥാന സമ്മേളനം വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നുള്ള പ്രമേയത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതുപോലെ കേരളത്തിന് പുറത്ത് മംഗലാപുരത്തും അതുപോലെ മദ്രാസിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ഡൽഹിയിലും ബോംബെയിലും കൊൽക്കട്ടയിലുമൊക്കെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരുമിച്ച് കൂടി ഈ ദീനിൻ്റെ ദഅവത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ അവിടേക്ക് ജോലിക്ക് പോയിട്ടുള്ള, വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള ആളുകൾ അവിടേക്ക് ഒരുമിച്ച് കൂടി സമ്മേളനം മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്തായിട്ടുള്ള വെളിച്ചം, സന്ദേശം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പല ആളുകൾക്കും ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല, മരണത്തെക്കുറിച്ചുള്ള ബോധമില്ല. ആളുകൾക്ക് ഈ ദുനിയാവിനോട് അമിതമായിട്ടുള്ള ഒരു സ്നേഹവും പ്രണയവും, ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 19ാം അധ്യായം സൂറത്തു മറിയം, അതിൻ്റെ 95ാമത്തെ വചനം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അന്ത്യനാളിൽ അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരിക ഏകാഗിയായി കൊണ്ടായിരിക്കും. എല്ലാവരും അവിടെ ഒറ്റക്കൊറ്റക്കായിട്ടായിരിക്കും വരിക എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ
അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഏകനായിക്കൊണ്ട് അവിടെ വരിക? ഈ ദുനിയാവിൽ ഭാര്യയും ഭർത്താവും മക്കളും ആങ്ങളെയും പെങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ പരലോകത്ത് ഏകാഗിയായിക്കൊണ്ട് വരികയാണ്. ഐ വാഹിദൻ ലാ നാസിറ ലഹു വലാ മാലുൻ മഅഹു യൻഫഉഹു. അവനൊരു സഹായിയില്ലാതെ, അവനുപകാരം ചെയ്യുന്ന ഒരു സമ്പത്തില്ലാതെ അങ്ങനെയായിരിക്കും പരലോകത്ത് വരിക. ഇല്ല കമാ ഖാല തആല. എന്നാൽ അള്ളാഹു പറയുകയുണ്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? സൂറത്തു ശുഅറായിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത് അറിയുന്നത്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ എത്തിയവനൊഴികെ. എങ്ങനെ? ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായി കൊണ്ട്. അതായത് തൗഹീദുള്ള, കറകളഞ്ഞ ഏകദൈവ വിശ്വാസമുള്ള, ശിർക്കില്ലാത്ത, ബഹുദൈവ വിശ്വാസമില്ലാത്ത, ബഹുദൈവ ആരാധനയില്ലാത്ത, അധർമ്മമില്ലാത്ത ശുദ്ധമായ തെളിഞ്ഞ ഹൃദയം, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഹൃദയം. അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ. ആർക്കാണ് അങ്ങനെ മരണപ്പെടാൻ വേണ്ടി കഴിയുക? ഏകനായ റബ്ബിനെ മാത്രം വിളിച്ചു ദുആ ചെയ്തുകൊണ്ട്, അവന് മാത്രം ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നവർക്കാണ്. അവർ മരിക്കുമ്പോൾ സഹോദരങ്ങളെ, റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അവരോട് വന്ന് പറയും, നിനക്ക് സ്വർഗമുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് സുമ്മസ്തഖാമൂ, നേരെ ചൊവ്വെ നിലകൊള്ളുക. അതായത് വേറെ ഒരു ശക്തികളിലേക്കും തിരിഞ്ഞു നോക്കാതെ. ഇവിടെ എന്തെങ്കിലും പൊന്തി നിന്നാൽ, അഥവാ ഒരു ജാറം അത് പൊന്തി നിന്നാൽ അവിടെ പോയിട്ട് തവാഫ് ചെയ്യുക. അവിടെ പോയിട്ട് ആ മരണപ്പെട്ടു പോയി ആ ഖബറിൽ കിടക്കുന്ന, ജാറത്തിൽ കിടക്കുന്ന വലിയനോട് ദുആ ചെയ്യുക. അതൊന്നും ചെയ്യാതെ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവൻ്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ഒക്കെ റബ്ബിനോട് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ ഈ ദുനിയാവിൽ അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോയാൽ അവന് ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും മലക്കുൽ മൗത്ത് റൂഹെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മലക്കുകൾ വരുന്ന, അവരുടെ സംഘം വരുന്ന, എന്നിട്ട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമടയുവിൻ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഈ ദുനിയാവിൽ നിന്ന് തന്നെ, മരണത്തിൻ്റെ തൊട്ടു മുമ്പ് തന്നെ അവർക്ക് കേൾക്കാനുള്ള ഭാഗ്യം അതാർക്കാ? ശുദ്ധമായ തൗഹീദ്, ഏകദൈവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ സമ്മേളനത്തിൻ്റെ ഈ പ്രമേയം ലോകത്തിന് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. എന്താ കാരണം? നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, അള്ളാഹു തആല വിലക്കിയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്തു സുമറിൽ കാണാൻ വേണ്ടി കഴിയും, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, മുത്ത് നബിയേ, അങ്ങേക്കും അങ്ങയുടെ മുൻഗാമികളായിട്ടുള്ള അംബിയ മുർസലീങ്ങൾക്കും അതാ വഹി നൽകിയിട്ടുണ്ട്.
അള്ളാഹുവിലെങ്ങാനും അങ്ങ് പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ, അള്ളാഹു വല്ലാത്ത ശക്തികളോട് വിളിച്ചു തേടിയാൽ, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, വലിയാകട്ടെ, സ്വാലിഹാകട്ടെ, ശുഹദാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, മുർസലീങ്ങളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ഏതൊരു ശക്തിയാകട്ടെ, അവരോട് വിളിച്ചു തേടിയാൽ അത് ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക്, അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും. ഹജ്ജ് 7 ലക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ ഹജ്ജ് ചെയ്യാൻ. ആ 7 ലക്ഷം വീട്ടിൽ നിന്ന് പോകുക, ഉപ്പയും ഉമ്മയും 14 ലക്ഷമായി. വേറെ ചിലവുകൾ 1 ലക്ഷം കൂട്ടിക്കോ, 15 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ഹജ്ജിന് പോവുക. പോകുന്ന പോക്കിൽ മഞ്ഞക്കുളത്ത് പോവുക, അല്ലെങ്കിൽ വന്നിട്ട് അജ്മീറിലോ ഏർവാടിയിലോ പോവുക. ആ ഹജ്ജ് എന്തായി? വട്ടപൂജയാവും അള്ളാൻ്റെ അടുത്ത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല. എന്താ കാരണം? അവിടെ പോയിട്ട് സങ്കടങ്ങൾ പറയാണ്, അവിടെ പോയിട്ട് കരഞ്ഞുകൊണ്ട് ആ വലിയനോട് ദുആ ചെയ്യുകയാണ്. നമുക്കിവിടുത്തെ സമസ്തക്കാരോടോ മറ്റുള്ള വിഭാഗത്തോടോ ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അവരോട് സ്നേഹം മാത്രമാണ്. അവർ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ കലിമത്ത് ശരിയാവണ്ണം അത് സ്വീകരിച്ചുകൊണ്ട് അതിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അവർ റബ്ബിനെ കണ്ടുമുട്ടണം. അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെല്ലാവരും പ്രവേശിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? സഹോദരങ്ങളെ, ഇമാം അബൂദാവൂദിന്റെ സുനനൻ അതിൻ്റെ 3116 വചനം കാണാം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ഏതൊരുവന്റെ അവസാനത്തെ വാക്ക്, ഒരു മനുഷ്യൻ ഈ ദുനിയാവെന്ന് വിട പറയുന്നതിന് മുമ്പ് അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയണമെങ്കിൽ അത് വെറുതെ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ പലരും ലാ ഇലാഹ ഇല്ലല്ലാ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് അത് പ്രഖ്യാപിച്ച് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായിരിക്കണം. അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ മറ്റെന്തൊരു വേദന വന്നാലും, അപ്പം നമ്മൾ ബദരീങ്ങളെ, മമ്പുറം തങ്ങളെ അങ്ങനെ വിളിച്ചുകൂടാ. അള്ളാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയെയും വിളിച്ചുകൂടാ. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ആയത്തേതാ? ആയത്തുൽ കുർസിയല്ലേ? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ അതിൻ്റെ 255 വചനമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അതേറ്റവും മഹത്വമേറിയിട്ടുള്ള ആയത്താണ്. ആ ആയത്ത് കഴിഞ്ഞിട്ട് 256 വചനം, തൊട്ട് താഴെയുള്ള വചനം, അതിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസ്വാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പറയുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല, ആരാധനക്ക് അർഹനായിക്കൊണ്ട്, ആരാധനക്ക് തരപ്പെട്ടവനായിക്കൊണ്ട്, പ്രാർത്ഥനക്ക് അർഹനായിക്കൊണ്ട് ഒരു ശക്തിയുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തുമാകട്ടെ അവക്ക് ആരാധനക്ക് അർഹതയില്ല എന്ന് നമ്മളതിന് ആ സംഗതി നിഷേധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. അതാണ് വയുമിൻ ബില്ലാ. അങ്ങനെ അവക്കുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖാകട്ടെ, ബദരീങ്ങളാകട്ടെ, മമ്പുറന്തങ്ങളാകട്ടെ, അവരൊക്കെ മഹാന്മാരാണ് കേട്ടോ. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പവിത്രതയുള്ള ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി കഴിഞ്ഞാലുള്ള 256 വചനം. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാ ശക്തികളും, അതാരുമാകട്ടെ, നമ്മൾ സൂചിപ്പിച്ചു, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ജിന്നാകട്ടെ,
എന്തുമാകട്ടെ അവക്കൊന്നും തന്നെ ആരാധനക്കുള്ള അർഹതയില്ല എന്ന് നമ്മൾ അംഗീകരിക്കുക. അതായത് അവരൊന്നും ആരാധ്യന്മാരാണ് എന്നുള്ളത് നിഷേധിക്കുക. അതാണ് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. അതാണ് ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്തിൽ പറയുന്നത് ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ബലിഷ്ഠമായ കയറിലാണ് മുറുകെ പിടിക്കുന്നത്. ലം ഫിസ്വാമ ലഹാ, അത് പൊട്ടിപ്പോവുകയില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ രൂപത്തിൽ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാണ്ടല്ലോ നമ്മൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് അവിടെ എന്തെങ്കിലും ഒരു തേങ്ങ, അതിലിങ്ങനെ ഒരു നാളികേരം, അതിൽ കള്ളിയിട്ടിട്ട് അതിൽ അറബി അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി അതാരോ മാട്ടുമാരണം ചെയ്ത് വെച്ചതാണ് എന്ന് കാണുമ്പോഴേക്ക് പേടിച്ച് അങ്ങനെ പനി പിടിച്ച് അത് കൂടോത്രം ചെയ്തതാണ്, ഇനി ഇവിടെ ദോഷം ഉണ്ടാകും, മരണം ഉണ്ടാകും, അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? കാരണം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് അവൻ. ആരാധനകളൊക്കെ റബ്ബിന് മാത്രം നിർവഹിക്കുന്നവനാണ്. ലം ഫിസ്വാമ ലഹാ, അതാണ്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചുകൊണ്ട് അതിലടിയുറച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോഴാണ് അള്ളാഹു നമ്മെക്കുറിച്ച് തൃപ്തിപ്പെടുക. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളാണല്ലോ നമ്മുടെ മാതൃക. ആ നബിയെ ആണല്ലോ നമ്മൾ പിൻപറ്റേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ റസൂലുള്ളാനെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതല്ലാതെ ഇന്ന മഹാൻ പറഞ്ഞു എന്നിട്ട് ആ മഹാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല. അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഓരോ നിമിഷവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങി രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേൽക്കും. സുബ്ഹാനല്ലാഹ്, ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. കണ്ടോ, റബ്ബിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടാ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. എന്നിട്ട് പറയാണ്, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച ആ റബ്ബിനാണ് സർവസ്തുതിയും, അവനിലേക്ക് തന്നെയാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. ആരോടാ പ്രാർത്ഥന? ഷെയ്ഖിനോടാണോ? തങ്ങളോടാണോ? ബീവിയോടാണോ? അല്ല, മലിക്കുൽ ജബ്ബാറായ ജല്ല ജലാലായ റബ്ബിനോടാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരാവിലെ പുലർച്ചെ ഉറക്കിൽ നിന്ന് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ സ്വഭാവം, ആ മാതൃക സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കമ്മു സൂഫിയുടെ ജാറത്തിലേക്ക് പോയിട്ട് അവിടെ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ കാഞ്ഞിരത്തുള്ള ആ തങ്ങളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കഴിയുക? നാട്ടുകല്ലിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂല് സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ ആ പായിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ചില സന്ദർഭത്തിൽ ഈ സൂറ ആല് ഇമ്രാൻ ഉണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ ചില സന്ദർഭത്തിൽ ഓതാറുണ്ടായിരുന്നു. ഉറക്കച്ചടവോടുകൂടെ എഴുന്നേറ്റ് ഒളുവൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ സഹീഹുൽ ബുഖാരിയിൽ 183-ാമത്തെ വചനത്തിൽ കാണാം, പ്രവാചകൻ ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഇദൻ തസഫൽ ലൈലു, രാത്രിയുടെ പകുതി വരെ ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് എഴുന്നേൽക്കുകയാണ്. ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ യംസഹു നൗമ അൻ വജ്ഹി ബിയദി, തൻ്റെ കൈകൊണ്ട് ആ മുഖത്ത് ഉറക്കച്ചടവൊക്കെ അങ്ങനെ തടവിയിട്ട് എന്നിട്ട് സുമ്മ ഖറഅൽ അശ്റൽ ആയാത്ത്, പിന്നീട് 10 ആയത്തുകളോതും. എവിടെന്ന്? അൽ ഖവാതിമ മിൻ സൂറത്തി ആലി ഇമ്രാൻ. ആലി ഇമ്രാനിലെ 10 ആയത്തുകളോതുന്ന എന്താണ് ആയത്ത്?
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആ ആയത്തുകൾ ഇങ്ങനെ നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശങ്ങൾ, ഈ ഭൂമി, അതൊക്കെ സൃഷ്ടിച്ചതിൽ, അതുപോലെ രാവിൻ്റെയും പകലിൻ്റെയും മാറ്റങ്ങളിൽ അതിലൊക്കെ സൽബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ആ സൽബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവർ, വഖുഊദൻ, ഇരുന്നു കൊണ്ടും, വഅലാ ജുനൂബിഹിം, കടന്നുകൊണ്ടും. അവരെ അങ്ങനെയൊക്കെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും ആരെ ഓർക്കണം? ബീവിയെയോ തങ്ങളെയോ വലിയനെയോ ജിന്നിനെയോ അല്ല, അല്ലാഹുവിനെ ഓർക്കുക. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. എന്നിട്ട് റബ്ബിൻ്റെ മഹത്വം, ഖുദ്റത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, നാഥാ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ നീ, ഇത് വെറുതെ ഇങ്ങനെ ഒരു കളിതമാശക്ക് സൃഷ്ടിച്ചതല്ല, മറിച്ച് ഈ ജീവിതത്തിനപ്പുറം മരണമുണ്ട്, ആ മരണാനന്തരം ആഖിറത്ത് ഉഖറവിയായ ജീവിതമുണ്ട്, അതിനിടയിലുള്ള കാലഘട്ടം ബർസഖി കാലഘട്ടമുണ്ട്. പരലോകമെന്ന് പറയുമ്പോൾ അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, ഹിസാബുണ്ട്. അവിടെ നന്മയുടെ ആ കിതാബ് അത് വലത് കയ്യിൽ നൽകപ്പെടും. ഇനിയോ തിന്മ ചെയ്ത് ജീവിച്ചവരുടെ കണക്ക് പുസ്തകം അത് ഇടത് കയ്യിൽ നൽകപ്പെടും. അങ്ങനെയുള്ള ഒരു നരകമുണ്ടല്ലോ, ആ നരകത്തെക്കുറിച്ച് അവർ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. എന്നിട്ട് പറയാൻ, ആരെങ്കിലും നരകത്തിൽ പോയാലോ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, നാഥാ നീ ആരെയെങ്കിലും ആ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഖ്സൈത, അവനതാ നിന്ദ്യനായി, അവനതാ അപമാനിതനായി, അവൻ്റെ കഥ കഴിഞ്ഞല്ലോ. വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ, അവന് ഒരു സഹായം ഉണ്ടാവുകയില്ല. റബ്ബിൻ്റെ കോടതിയിൽ അവനെ സഹായിക്കുവാൻ ഒരു തങ്ങളോ ഒരു മുസ്ലിയാരോ ഒരു വലിയോ ഒരു ജിന്നോ ഒരു മലക്കോ ഒരു അമ്പിയാക്കളോ ഉണ്ടാവുകയില്ല. എന്നിട്ട് ആ മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? മുത്തുനബി പ്രാർത്ഥിച്ചതാ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, നാഥാ ഞങ്ങളിതാ വിളിച്ചു പറയുന്ന ഒരു പ്രബോധകനെ കേട്ടിരിക്കുന്നു. ആ പ്രബോധകൻ എന്താണെന്നോ അദ്ദേഹം പറയാണ്, ആമിനു ബി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ. ഫആമന്നാ, അപ്പോ ഞങ്ങൾ വിശ്വസിച്ചു. എന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചതിനാൽ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ നാഥാ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകൾ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അത് നീ മാപ്പ് ചെയ്ത് തരേണമേ, അത് പുറത്തു തരേണമേ. അവർ പ്രാർത്ഥിക്കുകയാണ്. മതിയോ? പോരാ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യം ചെയ്യുന്ന ആളുകൾ, സജ്ജനങ്ങൾ, അവരോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്! അവസാനിച്ചില്ല. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, നാഥാ നിന്റെ അമ്പിയാക്കൾ മുർസലീങ്ങൾ മുഖേന
ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വലാ തുഹ്സിന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞങ്ങളെ നീ അപമാനപ്പെടുത്തല്ലേ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, നാഥ നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ലല്ലോ. ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് നമ്മുടെ മാതൃക. ആ റസൂലിൻ്റെ ഓരോ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം അള്ളാഹുവിനോടാണ്. അത് കഴിഞ്ഞാലേ റസൂലുള്ള എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വുളൂ ചെയ്യും. സുബ്ഹാനല്ലാഹ്. വുളൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. ചില ആളുകൾ പറഞ്ഞു ഇവർക്ക് പ്രാർത്ഥനയൊന്നുമില്ല. നമുക്കാണ് പ്രാർത്ഥന ഉള്ളത്. എത്ര പ്രാർത്ഥനകളാ പരിശുദ്ധ ഖുർആനിൽ, എത്ര പ്രാർത്ഥനകളാ! ശതക്കണക്കിന് പ്രാർത്ഥനയല്ലേ ഖുർആനിലുള്ളത്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ ആയിരക്കണക്കിന് ഹദീസുകളാണ്. അതിൽ എത്രയോ നൂറുകണക്കിന് ദുആകളുണ്ട്. ആ ദുആകളൊക്കെ ഈ ലോകത്തിന് പഠിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? കൂട്ടരെ, നിങ്ങൾ സ്വലാത്തുകൾ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സ്വലാത്തുകൾ നിർവഹിക്കണം. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, ഖബർ ആരാധന ചെയ്യരുത്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചതാ മുജാഹിദ് പ്രസ്ഥാനം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ വുളൂ ചെയ്തു. ആ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? സഹീഹ് മുസ്ലിമിൽ കാണാം 234 വചനത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട് കേട്ടോ, പ്രത്യേകതകളുണ്ട്. എന്താ അത്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ, സ്വർഗത്തിൻ്റെ മനോഹരമായ വിശാലമായ 8 ഗേറ്റുകൾ, അതിൽ ഇഷ്ടമുള്ള ഗേറ്റിലൂടെ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാവുന്ന, ആർക്ക്? തൗഹീദുള്ള, ഏകദൈവ വിശ്വാസമുള്ള, അങ്ങനെ നമസ്കരിക്കുന്ന, വുളൂ ഒക്കെ ചെയ്തിട്ട്, അങ്ങനെയുള്ള മനുഷ്യർ വുളൂ ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. എന്താ അതിൻ്റെ അർത്ഥം? ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊരു കരാർ, ഒരു സാക്ഷ്യം, ഉറപ്പ് പറയുക. അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് സങ്കടം വന്നാൽ, രോഗം വന്നാൽ മറ്റുള്ള ശക്തികളിലേക്ക് ഒരിക്കലും കൈനീട്ടാനോ മനസ്സ് തുറക്കാനോ പാടുള്ളതല്ല. എന്നിട്ട് പറയാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതാണ് പ്രാർത്ഥന. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രൻ, ലോകത്തിൻ്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ കേവലം ഒരു വ്യക്തിയല്ല, അംബിയ മുർസലീങ്ങളുടെ അവസാനത്തെ കണ്ണിയാണ്, ഖാത്തമുൻ നബിയീൻ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ മനുഷ്യകുലത്തിൻ്റെ നേതാവായിരിക്കും. അന സയ്യിദു ഉലുദി ആദം യൗമൽ ഖിയാമ. ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും. പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുക ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗത്തിൻ്റെ അഹ്ലുകാർക്ക് സ്വർഗീയ പാനീയമായിട്ടുള്ള ഹൗലുൽ കൗസർ അത് പകർന്ന് നൽകുക ആരായിരിക്കും? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി അബ്ദുഹു, അല്ലാഹുവിൻ്റെ ദാസനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് പ്രാർത്ഥിച്ചാൽ 5 നേരം നമ്മൾ വുളു എടുക്കുമല്ലോ. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ 6 വട്ടം വുളു എടുക്കും. ഓരോ വുളുവിന് ശേഷവും ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്ന ആ വുളുവൊക്കെ എടുത്ത് റസൂലുള്ളാഹി എന്തായിന് തഹജ്ജുദ് നമസ്കരിക്കുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ റസൂലുള്ളാഹി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? നമ്മൾ വജ്ജഹ്തു എന്ന് പറയാറില്ലേ? ആ വജ്ജഹ്തു പ്രാർത്ഥിക്കാം. അതുപോലെ ധാരാളം പ്രാർത്ഥനകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുക അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്നായിരുന്നു. ചില ഘട്ടത്തിൽ പ്രാർത്ഥിക്കുക. സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു വചനം 744 വചനത്തിൽ കാണാം. അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ബായിദ് ബൈനി വ ബൈന ഖത്വായായ
കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, നാഥാ കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയതുപോലെ എന്നെയും എൻ്റെ പാപങ്ങളെയും നീ അകറ്റേണമേ. എത്രയെത്ര തിന്മ ചെയ്യുന്നവരാണ് നമ്മൾ, എത്രയെത്ര ദോഷങ്ങൾ ചെയ്യുന്നവരാണ്. ആ ദോഷികളായ പാപികളായ നമ്മൾ അള്ളാഹുവിനോട് രാത്രിയുടെ അന്ത്യാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഓരോ നമസ്കാരത്തിലും കൈകെട്ടിക്കൊണ്ട് ആദ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാഇദ് ബൈനീ വ ബൈന ഖത്വായായ, എൻ്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ നീ അകൽച്ചയുണ്ടാക്കണമേ. ഏതുപോലെ? കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയതുപോലെ. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്വായായ കമാ യുനഖ തൗബുൽ അബിയദു മിനദ് ദനസ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആത്മാവിനെ നീ വെള്ള വസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് പോലെ. എങ്ങനെയാണ് ഒരു വെള്ള വസ്ത്രം ആളുകൾ കഴുകി അലക്കി വൃത്തിയാക്കുക? അതിലൊരു ചെളിയോ ഒന്നും തന്നെ ഇല്ലാത്ത രൂപത്തിൽ ശുഭ്ര വസ്ത്രമായിട്ട് അതിനെ അലക്കിയെടുക്കുകയാണ്, ഒരു ചെളിയും അവശേഷിക്കാത്ത രൂപത്തിൽ. അതുപോലെ എൻ്റെ ഹൃദയത്തെ പാപങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഓർക്കുക. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴേ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ കറുത്ത ഒരു അടയാളം നമ്മുടെ ഹൃദയത്തിൽ വീഴുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു. സൂറത്തുൽ മുത്തഫിഫീൻ എടുക്കുക, അതിൽ കാണാം കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം. അപ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്വായായ എന്നുള്ള ഈ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായ കമാ യുനഖ തൗബുൽ അബിയദു മിനദ് ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ നീ കഴുകി ശുദ്ധീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. അല്ലാഹുവേ, എന്നെ നീ കഴുകണം. എന്തുകൊണ്ട്? തണുപ്പ് കൊണ്ട്, അതുപോലെ തന്നെ തണുത്ത ഐസ് കൊണ്ട്, വെള്ളം കൊണ്ടൊക്കെ കഴുകി ശുദ്ധീകരിക്കണമേ. അതായത് പാപങ്ങൾ പുറത്തു തരാൻ ആവർത്തിച്ചുകൊണ്ട് നല്ല മനസ്സായി തീരാൻ അതിന് അള്ളാഹിനോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ആര്? അള്ളാഹിൻ്റെ റസൂൽ. എപ്പോൾ? രാത്രിയുടെ അവസാന യാമത്തിൽ ജനങ്ങൾ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആ സന്ദർഭത്തിൽ റസൂലുള്ള എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. ആരോടാ പ്രാർത്ഥന? അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്വലാത്ത് നമ്മൾ നിർവഹിക്കുക. എന്താ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മുഹമ്മദ് നബിക്ക് സമാധാനവും രക്ഷയും കരുണയും നൽകണമേ എന്നുള്ളത്. അത് ഇവിടെ ഏതെങ്കിലും ആളുകൾ പുതുതായി പഠിപ്പിക്കുന്നതല്ല, അള്ളാഹിൻ്റെ കിതാബിലുള്ളതാണ്. പരിശുദ്ധ ഖുർആന്റെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് അതിൻ്റെ 56-ാമത്തെ വചനം എന്താ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹു മുഹമ്മദ് നബിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ചില ആളുകൾ മനസ്സിലാക്കിയത് അള്ളാഹുവും മുഹമ്മദ് നബിക്ക് ആ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. മറിച്ച് എന്താ? അള്ളാഹ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നഊദു ബില്ലാ. പിന്നെന്താണ്? ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഇമാം ബുഖാരി പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ സ്വലാത്തുർ റബ്ബി അർ-റഹ്മ, കാരുണ്യമാണെന്ന്. അള്ളാഹു കരുണ ചൊരിയുന്നു മുഹമ്മദ് നബിക്ക്. മലക്കുകളോ? മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ കരുണയും രക്ഷയും സമാധാനവും നൽകണമേ. എന്നിട്ട് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുഹമ്മദ് നബിക്ക് നിങ്ങൾ സ്വലാത്തും സലാമും നേരുക. നമ്മൾ സ്വലാത്ത് നിർവഹിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിലെ 384-ാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന് 10 അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ്. നമ്മളിപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ രക്ഷയും സമാധാനവും നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം.
ചില ആളുകൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിനോടുള്ളൊരു പ്രാർത്ഥനയാണെന്നാ. ഒരിക്കലുമല്ല, നബിനോട് പ്രാർത്ഥിക്കാനേ പാടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് 10 അനുഗ്രഹങ്ങൾ ചൊരിയും എന്നുള്ളതാ. ഇങ്ങനെ സ്വലാത്തുകൾ നിർവഹിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ് നമ്മളെ കുട്ടികളോടൊക്കെ പഠിപ്പിക്കുന്നത്? നമ്മളിപ്പോൾ 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ. ഈ നമസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. ആ റുക്നുകൾ നമ്മൾ നിർവഹിക്കാതെ നമസ്കാരം ശരിയാവില്ല. അതൊന്ന് നഷ്ടപ്പെട്ട നമസ്കാരം ബാത്തിലാകും. ആ 14 റുക്നുകളിൽ ഒന്നാണ് നബിയുടെ മേലുള്ള സ്വലാത്ത്. അത്തഹിയാത്ത് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണ്ടേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത് നിർബന്ധമായിട്ട് വാജിബിൻ്റെ മുകളിലാണ് റുക്ന്, മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുക. നമുക്ക് സ്വലാത്തുണ്ട്, സ്വലാത്ത് ചെയ്യണം, നമ്മൾ ആ സ്വലാത്ത് നിർവഹിക്കണം. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ സ്വലാത്താണ് നിങ്ങൾ? ഉദാഹരണം പറയാണ്, നിങ്ങൾ നാരിയ സ്വലാത്ത് എന്ന് കേട്ടിട്ടുണ്ടാകും. നാരിയ സ്വലാത്ത് 40 ദിവസം സുബൈക്ക് ശേഷം ഇങ്ങനെ നിരന്തരമായി ചൊല്ലിയാൽ എല്ലാ ഹാജത്തും എല്ലാ ദോഷങ്ങളും വീടുകയും ഹാജത്തുകളൊക്കെ സഫലമാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇന്ന മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ, താജ് സ്വലാത്ത്, സ്വലാത്തുൽ കബീറ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയൊന്നുള്ള സ്വലാത്തുകളൊന്നും നബി പഠിപ്പിച്ചതല്ല. ഇപ്പോൾ ഈ നാരിയ സ്വലാത്താണ് നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇത് നബി പഠിപ്പിച്ചതല്ല. 7-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള ഇബ്രാഹിമുൻ നാസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഉണ്ടാക്കിയ സ്വലാത്ത. അപ്പോൾ ഈ നാസിയ എന്നുള്ള ഈ സായിൻ്റെ പുള്ളി മാറിയപ്പോൾ അങ്ങനെയാണ് നാരിയ എന്നായത്. നമ്മൾ ആലോചിക്കണം. ആ സ്വലാത്തിൽ പറയാൻ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ നബീക സ്വലാത്തൻ തൻഹല്ലു ബിഹൽ ഉഖദു വതൻഫരിജു ബിൽ ഖുറബു എന്ന് പറഞ്ഞുകൊണ്ടാ നബിക്ക് സലാത്തും സലാമൊക്കെ നേരണേ എന്ന് പറഞ്ഞാൽ നബിയുടെ മദ്ഹ് പറയാൻ. നബിയുടെ പ്രത്യേകത എന്താ? അല്ലദീ തൻഹല്ലു ബിഹൽ ഉഖദു വതൻഫരിജു ബിഹൽ ഖുറബുന, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അഴിക്കുന്ന, അതുപോലെ വിപത്തുകൾ, കുറബ് എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ, അതൊന്നൊക്കെ കരകയറ്റുന്നവനാണ് മുഹമ്മദ് നബി എന്ന. വതുഖ്ലാ ബിഹൽ ഹവായിജു, ഹാജത്തുകൾ ആ നബിയെ കൊണ്ട് വീട്ടപ്പെടുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഷിർക്കിൻ്റെ വരിയാണ് ഇതിലുള്ളത്. ഹാജത്ത് ആരാ വീട്ടിൽ തരിക? നമ്മൾ ജുമഅക്കൊക്കെ കേൾക്കാറില്ല നിങ്ങൾ പ്രാർത്ഥന? ജുമഅക്ക് ഇമാം ഖുത്ബൻ്റെ അവസാനം എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. എന്താ അങ്ങനെ പറഞ്ഞ? യാ ഖാളിയൽ ഹാജാത്ത്, ഹാജാത്തുകൾ, ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായ നാഥാ. അതാരാ? റബ്ബാൻ, മുഹമ്മദ് നബി അല്ല. നമ്മൾ മനസ്സിലാക്കണം. നബി തന്നെ നബിയുടെ ഹാജത്തുകൾക്ക് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുള്ളത്. അതാണ് നബി പഠിപ്പിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സ്വലാത്തുകൾ അത് തട്ടിപ്പാണ്, തെറ്റാണ്. അത് നരകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. അതുകൊണ്ട് നബി പഠിപ്പിച്ച സ്വലാത്തുകൾ, അതുപോലെ ഷിർക്കും ബിദ്അത്തും വരാത്തതായിട്ടുള്ള സ്വലാത്തുകൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ദിക്റുകൾ നമ്മൾ നിർവഹിക്കണം. അത് നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര വചനങ്ങളാണ് ദിക്റുകൾ നിർവഹിക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ തന്നെ മറ്റൊരു വചനം, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അല്ലാഹുവിനെ വാഴ്ത്തുക, അവന് തസ്ബീഹ് ചെയ്യുക എന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിൽ ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. എന്താ? അള്ളാഹുവിന് 4 വാക്കുകൾ ഏറെ ഇഷ്ടകരമാണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അൽ അർബ. എന്താണ് 4 വാക്കുകൾ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അപ്പോൾ നമുക്ക് സ്വലാത്തുണ്ട്, ദിക്റുകളുണ്ട്, അതൊക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിച്ചതാ. മഹാനായിട്ടുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വചനാണ്. ബുഖാരി മുസ്ലിമൊക്കെ ഏകോപിച്ച് വന്നിട്ടുള്ള അതിൽ കാണാം,
സ്വർഗത്തിലെ നിധിയാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂൽ ഇതൊക്കെ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാൻ ചുരുക്കി പറയാം. ഇപ്പം രാത്രി ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങളുണ്ടല്ലോ, ആമന റസൂലു എന്ന് പറയുന്നത്, അത് നമ്മൾ പാരായണം ചെയ്യണമെന്ന. ഇതൊക്കെ നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുക. അൽ ആയതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാ. ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ അതാരെങ്കിലും പാരായണം ചെയ്താൽ അവന് അത് മതിയാകുന്നതാണ്. രാത്രി അള്ളാഹിൻ്റെ കാവൽ കിട്ടാൻ, അള്ളാഹിൻ്റെ സംരക്ഷണം കിട്ടാൻ, ഈമാനോടുകൂടെ മരിക്കാൻ അത് അർത്ഥറിഞ്ഞ് നമ്മൾ ചെല്ലുക. പകലൊക്കെ നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും, കിടക്കുന്നത് വരെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് കിടക്കുമ്പോഴല്ല, രാത്രി ആയാൽ പ്രാർത്ഥിക്കാനുള്ളതാ. ഹദീസിൽ വന്നിട്ടുള്ള എന്താ? ഉറങ്ങുന്നതിന് മുമ്പ് എന്നല്ല, മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ, രാത്രിയിൽ പ്രാർത്ഥിക്കാം. മഗ്രിബായത്തനെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ അതിൽ? എന്താണ് ആ പ്രാർത്ഥനയിലുള്ളത്? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അതിൽ കാണാം, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള, അതുപോലെ മറന്നുകൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ, മറന്നും മറക്കാതെയും ഒക്കെ ചെയ്തു പോയിട്ട് തെറ്റുകളുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത് എന്ന് റബ്ബിനോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അതാണ് ആമന റസൂലു. അതുപോലെ അതിൽ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മുൻഗാമികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു, താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ. അതുപോലെ ഞങ്ങൾക്ക് ഭാരം, വലിയ വലിയ ചുമതലകൾ, ഭാരങ്ങൾ ഞങ്ങൾക്ക് തരരുത് എന്നുള്ളതാ. അതാണ് റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ എന്താ? വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. എല്ലാ പാപങ്ങളും പുറത്തു തരാൻ, മാപ്പാക്കുവാൻ റബ്ബിനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരേണമേ. ഇതാണല്ലോ നമ്മൾ മയ്യത്ത് നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. മയ്യത്ത് നമസ്കാരത്തിൽ ഒരു മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയല്ലേ. അല്ലാഹുവേ, ഈ കിടക്കുന്ന മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ, ഈ മയ്യത്തിന് നീ മാപ്പ് ചെയ്യണമേ, ഈ മയ്യത്തിന് നീ റഹ്മത്ത് ചൊരിയണമേ, ഈ മയ്യത്തിന് എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥനയാണത് സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ഈ ആയത്തുൽ ആമന റസൂലു ഇതൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ പലപ്പോഴും വേദനകളും പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പറയാ, ഞങ്ങൾ അദ്ദേഹത്തോട് ഇസ്തിഗാസ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കല്ലാന്നാണ്. സംഭവം താരങ്ങൾ, നമ്മൾ ചോറ് എന്ന് പറഞ്ഞാൽ ഊണ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നതുപോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്നോ അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ആ മഹാനുണ്ടല്ലോ, അതൊന്നും പഠിപ്പിച്ചതല്ല. അദ്ദേഹം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 561 മരണപ്പെട്ടു പോയിട്ടുള്ളൊരു മഹാനാണ്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം അൽ ഫതുഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന് പറയുന്ന കിതാബിൻ്റെ 373 പേജിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, മകനെ വിളിച്ചിട്ട് ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് പറയാൻ, ലാ തഖഫ് അഹദൻ, നീ സൃഷ്ടികളിൽ ഒരാളെയും നീ ഭയപ്പെടരുത്. വലാ തർജഹ്, നീ അവരോടൊന്ന് നീ യാചിക്കരുത്. എന്നിട്ടോ വഔകിൽ ഹബായിജ കുല്ലഹാ ഇലല്ലാഹ്,
നിന്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. വതുൽബുഹാ മിൻഹു, എല്ലാ സഹായങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനോട് തേടുക, തേട്ടങ്ങളെല്ലാം ആ റബ്ബിനോട്. വലാ തസിഖു ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹുവിന് പുറമെ ഒരാളെയും ആ രൂപത്തിൽ നീ വിശ്വസിക്കരുത്, അവലംബിക്കരുത്. അതാണ് വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി സുബ്ഹാന, അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയെയും നീ അവലംബിക്കരുത്. ഒരു ദുരിതത്തിൽ അകപ്പെട്ടാൽ, രോഗം വന്നാൽ, കച്ചവടത്തിൽ നഷ്ടമുണ്ടായാൽ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയെയും അവലംബിക്കരുത്, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക. അതാണ് മഹാനായ ആ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നത്. എന്നിട്ട് പറയാൻ അത്തൗഹീദ്, അത്തൗഹീദ് എന്ന് ആവർത്തിച്ച് 3 തവണ പറയാ അദ്ദേഹം ഈ കിതാബിൽ. എന്നിട്ട് പറഞ്ഞു വക്കാല ഐലൻ, അദ്ദേഹം വീണ്ടും പറയാ ലാ തദ്ഉ മഅല്ലാഹി അഹദാ, നീ അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. കമാ ഖാല തആല ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. യംബഗി ലികുല്ലി മുസ്ലിമിൻ മുവഹിദിൻ, ഏകദൈവ വിശ്വാസിയായ മുസ്ലിമായ ഓരോ ആൾക്കും അനുപേക്ഷണീയമാണ് അല്ലാ യത്തക്കില ഇല്ലാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേലല്ലാതെ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. വലാ യസ്തഗീസു ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനോടല്ലാതെ ഇസ്തിഗാസ ചെയ്യരുത്, സഹായ തേട്ടം അള്ളാഹുവിനോട് മാത്രം. വലാ യഅ്തഖിദു തസറുഫ ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിൻ്റെ ഓരോ അംശങ്ങളും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല, നേർച്ചകള് ഒക്കെ റബ്ബിന് മാത്രം. അമ്പംകുന്നിലേക്ക് എന്തെങ്കിലും നേർച്ച വഴിപാട്, ഭീമാപ്പള്ളിയിലേക്ക് ആടിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതൊന്നും പാടുള്ളതല്ല, റബ്ബിന് മാത്രം. അതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എത്ര ദുരിതങ്ങൾ ഉണ്ടായാലും ശരി, അദ്ദേഹം വീണ്ടും പറയാൻ ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, നീ ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആവലാതി ബോധിപ്പിക്കരുത് എന്നാണ്. അങ്ങനെ ഉണ്ടായാലോ ഫദാലിക ഇശ്റാഖും മിൻക ബിഹി, അത് നിന്നിൽ നിന്നുള്ള ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അങ്ങനെ ചെയ്താലോ അത് അപകടമാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ആ മഹാനായ മനുഷ്യനെക്കുറിച്ച് ഇതുപോലെ ഏകദൈവ വിശ്വാസം, ഇതുപോലെ തൗഹീദ് പഠിപ്പിച്ചിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ്റെ പേരിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആളുകൾ പറയാണ് ആ ഷെയ്ഖിനെ ഉയർത്തി ഉയർത്തി അള്ളാഹുവിൻ്റെ മേലൊരു പദവി കൊടുക്കാൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ബൈത്തിൽ പറയുന്നത് വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു, മുഹ്യിദ്ദീൻ ഷെയ്ഖേ, എനിക്ക് അള്ളാഹിൻ്റെ അറിവ് എത്രയെന്ന് അറിയാമെന്നാ. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് അത് ഞാൻ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. വഅലമു മൗജൽ ബഹരി കംഹിയ മൗജതി, കടലിൽ എത്രയെത്ര തിരമാലകളുണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാണ് ഷെയ്ഖ് അവറുകൾ പറഞ്ഞതായിക്കൊണ്ട് ഷെയ്ഖിനെ കുറിച്ച് മറ്റുള്ള ആളുകൾ എഴുതിയതാ. മുഹ്യിദ്ദീൻ മലയിൽ എന്താ ഉള്ളത്? കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും, അതായത് കണ്ണുകൊണ്ട് കാണാത്തത്, അതുപോലെ കൽഭകത്തുള്ളതും മനുഷ്യരുടെ ഹൃദയങ്ങൾക്കകത്തുള്ളത്, കൺകണ്ട് കണ്ട പോൽ, കണ്ണുകൊണ്ട് നോക്കി കണ്ട പോലെ പറഞ്ഞോവർന്ന അദ്ദേഹത്തിനെ കുറിച്ച് പാടുക. ഇങ്ങനെ ഒരുപാട് വരികൾ. വളരെ തെറ്റല്ലേ? അള്ളാഹ്ക്ക് മാത്രമല്ലേ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അള്ളാഹു സമീ ആണ്, അലീമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ അറിയുന്ന ഒരു ശക്തിയുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന, അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിന് തുല്യനായിട്ട് ഒരാളുമില്ല എന്നാ. ഇവരോ, നിങ്ങൾ ആലോചിക്കണം, ഇപ്പോൾ എവിടെ, അദ്ദേഹം ബാഗ്ദാദിലാണല്ലോ അദ്ദേഹം മറമാടപ്പെട്ട് കിടക്കുന്നത്. ഇറാഖിലെ ബാഗ്ദാദിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി കബറടക്കം ചെയ്യപ്പെട്ടുള്ളത്. കേരളത്തിൽ നിന്ന്, ഈ പാലക്കാട് ജില്ലയിൽ നിന്ന്, മണ്ണാർക്കാട് നിന്ന് ഒരാൾ വിളിക്കുകയാണ് യാ ഷെയ്ഖ് മുഹ്യിദ്ദീൻ. അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന ഇവരുടെ വിശ്വാസം,
അള്ള കേൾക്കുന്നത് പോലെയാണല്ലോ പിന്നെ അദ്ദേഹം കേൾക്കുന്നവർ വിശ്വസിക്കുന്നത്. എത്ര വലിയ അപകട! വിശുദ്ധ ഖുർആൻ പറയാണ് അള്ളാഹുവിന് തുല്യനായിട്ട് ആരുമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നത്, അങ്ങനെ വിചാരിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടുക, അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ആളുകൾ രോഗം വന്നാൽ അവർ ചികിത്സിക്കണം, പക്ഷേ നൂല് ഊതുക, ഏലസ് കെട്ടുക, അതൊക്കെ എന്താ വലിയ തെറ്റായ കാര്യമാണ്, ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും നബി പഠിപ്പിച്ചതല്ല. അള്ളാഹിൻ്റെ റസൂല് നൂല് കെട്ടാൻ പഠിപ്പിച്ചോ? ഏലസ് കെട്ടാൻ പഠിപ്പിച്ചോ? ഇല്ല, അതിന് വിരുദ്ധമാണ് പഠിപ്പിച്ചത്. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക എന്നുള്ള വചനങ്ങളൊക്കെ കിതാബുകളിൽ കാണാം. ആരെങ്കിലും ഏലസ് ബന്ധിച്ചാൽ അവന് ഷിർക്ക് ചെയ്തു എന്നുള്ളതാ. മഹാനായ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പിഞ്ഞാണത്തിൽ എഴുതുക, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ പത്നിമാർ, റസൂലുള്ളാഹിൻ്റെ മക്കൾ, പേരമക്കൾ, അതുപോലെ സ്വഹാബത്ത്, അവർക്കൊക്കെ രോഗങ്ങളുണ്ടായിട്ടുണ്ട്. അവരാരെങ്കിലുമൊക്കെ സഹോദരങ്ങളെങ്ങനെ പിഞ്ഞാണത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നബി പഠിപ്പിച്ചില്ല. സംസം വെള്ളം ഉണ്ടായിരുന്നു, അതിൽ ഊതിയിട്ടുണ്ടോ, തുപ്പിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, ഹദീസുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ റുഖിയ ശർഇയ എന്നൊക്കെ പറയാറുണ്ടല്ലോ. മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പഠിപ്പിച്ചത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, സൂറത്തു ഷുഅറായിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, രോഗം വന്നാൽ ആ രോഗം ഷിഫയാക്കുന്നവനാരാ? റബ്ബുൽ ഇസ്സത്താൻ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ ആ രോഗം ഷിഫയാക്കുന്നവൻ അർഹമുർ റാഹിമീനായ ആ റബ്ബുൽ ഇസ്സത്താകുന്നു. ആ റബ്ബിനോട് പ്രാർത്ഥിക്കാണ് വേണ്ടത്. സഹീഹുൽ ബുഖാരിയിൽ ബാബു റുഖിയ്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞൊരു അധ്യായം കാണാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മന്ത്രം എന്താ ഈ റുഖിയ മന്ത്രം എന്ന് പറഞ്ഞാൽ? രോഗം മാറാനുള്ള പ്രാർത്ഥനക്കാണ് മന്ത്രം എന്ന് പറയുക. അതല്ലാതെ ഇസ്ലാമിൽ ഖുർആൻ തെറാപ്പിയോ അങ്ങനെ ആത്മീയ ചികിത്സയൊന്നുമില്ല. ഉള്ളത് ഇതാണ്. ആ ഹദീസിൽ കാണാം, എന്താ കാണുന്ന നിങ്ങൾ? റസൂലുള്ളാഹിൻ്റെ പത്നിമാർക്ക്, അവരിൽ ചിലർക്ക് ഇങ്ങനെ രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? റസൂലുള്ളാഹിൻ്റെ വലത് കൈ കൊണ്ട് അവരുടെ ശിരസ്സിൽ ഇങ്ങനെ തടവി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. സഹീഹുൽ ബുഖാരിയിലെ പ്രാർത്ഥനയാ. ആരോടാ പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ നാഥാ, ഈ രോഗം നീ ശിഫയാക്കണമേ, ഒരു പ്രയാസവും ഒരു വേദനയും അവശേഷിക്കാത്ത വണ്ണത്തിൽ പരിപൂർണമായ ശിഫ നൽകണമേ. റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. ആര് പ്രാർത്ഥിച്ചതാ? മുത്തുനബി ദുആ ചെയ്തതാണ്. ആർക്ക്? സ്വന്തം പത്നിമാർക്ക്. നമ്മൾ ആലോചിക്കണം, അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ രോഗമൊക്കെ മാറ്റുന്നവനാരാ? അള്ളാഹുവാൻ. രോഗം എന്നല്ല, എന്തൊരു ദുരിതം വന്നാലും എന്തൊരു കഷ്ടപ്പാട് വന്നാലും അത് അള്ളാഹുവാ മാറ്റുക. അതല്ലാതെ മറ്റൊരു ശക്തിക്കും മാറ്റാൻ കഴിയില്ല. ഇനിയൊരു ഹൈറോ അത് തടുക്കാൻ ആർക്കെങ്കിലും കഴിയോ? റബ്ബിന് മാത്രം. അതാണ് സൂറ യൂനുസ് 10-ാം അധ്യായത്തിൽ 107-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്. ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ, ദോഷം അള്ളാഹു വിധിച്ചു കഴിഞ്ഞാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അത് നിവർത്തിക്കുവാൻ, അത് പരിഹരിക്കുവാൻ അവരല്ലാതെ മറ്റാരും തന്നെയില്ലാന്ന. ഏതെങ്കിലും ഒരു കണ്ണ് ഒരാളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, കരിങ്കണ്ണനോ അല്ലെങ്കിൽ നോട്ടക്കാരനോ ഒക്കെ ആയാൽ കണ്ണേറ് തട്ടുന്ന, അങ്ങനെയൊന്നും കണ്ണേറ് തട്ടൂല. അല്ല പറയാൻ, ഒരു ദോഷം അള്ളാഹു വിധിച്ചാൽ അത് മാറ്റാൻ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ കഴിയുക. വൈയുരിദുക ബിഖൈരിൻ, നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചാലോ ഫലാ റാദ്ദ ലിഫളി, അത് തടയാനും അള്ളാഹിൻ്റെ ഔദാര്യം തടയാനും ആരുമില്ലാന്ന്. അവർ നോട്ടം സംഭവിച്ചാൽ അത് നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഖുർആൻ പറയാ. നിങ്ങൾ ഖുർആൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ അതോ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ചിന്തിക്കുക. സൂറത്തു യൂനുസ് 10-ാം അധ്യായം 107-ാമത്തെ വചനമാണ്.
അപ്പോൾ ഇങ്ങനെ സഹോദരങ്ങൾ നമ്മുടെ വിശ്വാസം കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ട് പോകുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. എവിടെ ചെന്നാലും എപ്പോഴും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആരാണ് വിയോഗം പ്രാപിച്ചത്? മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു വിയോഗം പ്രാപിച്ച് കിടക്കുകയാണ്. ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പലതും സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ മരണപ്പെട്ടിരിക്കുന്ന അബൂ സലമയുടെ കണ്ണുകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ ആ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ റൂഹിനെ അവൻ്റെ കണ്ണുകളും പിന്തുടരും. അതുകൊണ്ട് മരിച്ച മനുഷ്യൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണം. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖബിഹി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വനവ്വിർ ലഹു ഫീ ഖബരി വഫ്സഹ് ലഹു ഫീ ഖബരി വനവ്വിർ ലഹു ഫീഹി എന്നിങ്ങനെ പ്രാർത്ഥിച്ചതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിലെ 920 നമ്പർ വചനത്തിൽ കാണാം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. നമ്മളിപ്പോൾ മയ്യത്ത് കാണാൻ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹാദൽ മയ്യിത്ത്, അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗം പ്രാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദറജ നീ ഉയർത്തേണമേ. വഖ്ലുഫുഹു ഫീ അഖബിഹി, അദ്ദേഹത്തിൻ്റെ കാലശേഷം ഉത്തമനായൊരു പകരക്കാരൻ ഞങ്ങൾക്ക് നീ തരയണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, സർവലോകനാഥ ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരയണമേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. വഫ്സഹു ലഹു ഫീ ഖബരി, അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണമേ. വനവ്വിർ ലഹു ഫീഹി, ആ ഖബർ പ്രകാശപൂരിതമാക്കണമേ. നിങ്ങൾ നോക്കൂ, എവിടെയും പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണോ? ഇപ്പോൾ നിങ്ങൾ കാണാം, ഈ മയ്യത്തൊക്കെ ഉണ്ടല്ലോ, മരിച്ച് മയ്യത്തൊക്കെ എടുക്കുമ്പോൾ ആ വീട്ടിൽ യാസീനെ ഓതുകയാണ്. യാസീൻ ഓതുമ്പോൾ തന്നെ പിന്നെ ആ യാസീൻ മുഹമ്മദ് നബിയുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യാൻ. അല്ലാഹുമ്മ ഔസിൽ സവാബ മിസ്ല മാ ഖറഅനാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഞങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ സവാബ്, അതിൻ്റെ പ്രതിഫലം പിന്നെ നബിയുടെ ഹളറത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് യാസീൻ ഓതുന്നതും ഫാത്തി ഓതുന്നതും അവസാന സൂറത്തുകൾ ഓതുന്നതും. എന്നിട്ട് ദുആ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹാനായിട്ടുള്ള ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എന്താ പഠിപ്പിക്കുന്നത്? അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത്, വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരു മനുഷ്യന് അവന് എന്താണ് പരലോകത്ത് കിട്ടുക? അവൻ അധ്വാനിച്ചതാ കിട്ടുക. എൻ്റെ ഉപ്പ ഹജ്ജ് ചെയ്തു, റമളാനിൽ നോമ്പ് നോറ്റു, മറ്റുള്ള സുന്നത്ത് നോമ്പുകൾ നോറ്റു, സക്കാത്ത് കൊടുത്തു, സദക്ക ചെയ്തു, ഉപ്പയുമ്മയൊക്കെ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? ഇല്ല. എൻ്റെ ഖബറിൽ വെളിച്ചം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഈമാൻ നേരെയാവണം, എൻ്റെ അമലുകൾ നന്നാകണം. അങ്ങനെ ജീവിച്ച് മരിച്ചാൽ എൻ്റെ ഖബറിലും എൻ്റെ ആഖിറത്തിലേക്ക് എനിക്ക് ഉപകാരം കിട്ടുള്ളൂ. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, മനുഷ്യന് അവൻ അധ്വാനിച്ചത് മാത്രമാണ്. എൻ്റെ ബാപ്പ അല്ല ആചാര്യരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തൊരു പദവിയും ഒരു രക്ഷയും കിട്ടൂല. എന്താ മുത്തുനബി അവിടുത്തെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്? സലീനി മിമ്മാലി മാ ശിഇതി, മോളെ ഫാത്തിമ, നീ എൻ്റെ സമ്പത്ത് നിന്ന് നീ ഉദ്ദേശിച്ചത് ചോദിച്ചോ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അള്ളാഹിൻ്റെ റസൂല് മക്കത്തെ ഖുറൈശിമാരെ, നബിയുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു. വയാ അബ്ദമനാഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പറയുക. അതുപോലെ വയാ അമ്മത്ത റസൂലില്ല, റസൂല്ല അമ്മായിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാൻ നബിയുടെ മകളോട് പറയാ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ മുത്ത് നബിയുടെ മകളാണല്ലോ എന്നുള്ള ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് നിനക്കൊന്നും തന്നെ ചെയ്തു തരാൻ എനിക്ക് സാധ്യമല്ല.
ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ. നബിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കണം, നബിക്ക് 7 മക്കളായിരുന്നു. 7 മക്കളെന്ന് പറയുമ്പോൾ 4 പെൺമക്കളും 3 ആൺമക്കളും. അതിൽ ആൺമക്കളൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു. പെൺമക്കളോ ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ളവൊക്കെ നബി മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. നബി മരിക്കുമ്പോൾ ഒറ്റ ആളെ ജീവിച്ചിരിപ്പുള്ളൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തിൻ്റെ ഒരു ആകൃതിയും രീതിയൊക്കെ നബിയുടെ അതേ രൂപത്തിലായിരുന്ന, നബിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ്, മകളോടുള്ള വാത്സല്യം. ആ നബിയോട് പറയാൻ, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണല്ലോ എന്നുള്ളത് കൊണ്ട് പരലോകത്തൊരു രക്ഷയും ഒരു സഹായം ചെയ്യാൻ കഴിയില്ല. അവിടെ നിന്ന് രക്ഷ വേണോ? ഇത്തഖിന്നാറ വലൗ ബിശിക്കി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്ത, ഒരു കഷ്ണം അത് ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തെ നീ സൂക്ഷിച്ചോ. അതാണ് ഫാത്തിമയോട് നബി നൽകിയ ഉപദേശം. അതാണ് സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത്. ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള നമ്മുടെ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം മാത്രമല്ല വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റുന്നവരും പറയാൻ, അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാ അസ്വാബിഹാ ഇലൽ മൗതാ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവരിലേക്ക് ഹദിയ ചെയ്താൽ ലാ യസ്ലു, അവർക്കെത്തുകയില്ല എന്നാണ്. എന്താ കാരണം? എന്താ എത്താത്തത്? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ അമലിൽപ്പെട്ടതല്ല, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അതുകൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എത്ര ആൾ മരണപ്പെട്ടു പോയിട്ട് റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മയ്യത്ത് ഇങ്ങനെ കഫൻ ചെയ്ത് വീട്ടിൽ നിറക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല കൂട്ടരെ. മയ്യത്ത് ഇങ്ങനെ കടത്തുമ്പോൾ അതിന് ചുറ്റുഭാഗിരുന്ന് ഓതിയിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഇബാറത്തിൽ സുദീർഘമായിക്കൊണ്ട് പറയുന്നുണ്ട്, അത് നന്മയായിരുന്നുവെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ നബി പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല. ഈ കാര്യം മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലൈമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുത്തുനബി എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുത്തുനബിയുടെ എല്ലാ പ്രാർത്ഥനയും നബി, ഇപ്പം മയ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ച് നേരെ സൂചിപ്പിച്ചു. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കണം. ആ പ്രാർത്ഥന നിവേദനം ചെയ്യുന്നത് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയാണ്. നബിയുടെ വായിൽ നിന്ന് ആ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുമ്പോൾ, ഒരു മയ്യത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ, അപ്പോൾ ആ പ്രാർത്ഥന അങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ കിടക്കുന്ന മയ്യത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്താ കാരണം? അത്രമാത്രം അർത്ഥ ഗാംഭീര്യമുള്ള ആശയവ്യാപ്തിയുള്ള ഒരു പ്രാർത്ഥനയാണത്. എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന് അങ്ങോട്ട് പുറത്തു കിട്ടുന്ന ഉറപ്പാണ് ഏകദേശം ആ രൂപത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുക മയ്യത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന്. അത്രമാത്രം പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരത്തിൽ 3ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അത് മാത്രമാണോ? മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്തെല്ലാം അനാചാരങ്ങളായി ഇന്ന്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ കാണാം, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഈ ജവ്വാല് നോക്കിയിട്ട്, ഫോൺ നോക്കിയിട്ട് അതിൽ തബാറക്ക് ഓതുകയാണ്. ഇതിപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയാണ് ഓരോ ആചാരങ്ങൾ ഇങ്ങനെ തുടങ്ങാൻ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അതൊക്കെ വലിയ തെറ്റായ ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും എന്താ? അത് നരകത്തിലേക്കുള്ള മാർഗ്ഗമാണ്, വഴിയാണ്, നരകത്തിലാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി വഖഫ അലൈഹി, ഒരു മയ്യത്ത് ഇങ്ങനെ ഖബറിലിറക്കി ആ മൂടുകല്ലൊക്കെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിടുന്ന ഘട്ടമുണ്ടല്ലോ, 3 പിടി മണ്ണിടുന്നു, ആ ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റസൂലുള്ള പറഞ്ഞു, വഖാൽ ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി പാപമോചനം തേടുവിൻ. വസലൂ ലഹു തസ്ബീത്ത്, എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ബീത്തിനെ ചോദിക്കുവിൻ. അപ്പോൾ ഇസ്തിഗ്ഫാർ തേടണം, തസ്ബീത്ത് തേടണം. എന്താ അങ്ങനെ പറഞ്ഞാൽ?
ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപം പുറത്ത് കിട്ടാൻ. ഈ മയ്യത്തിൻ്റെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും റബ്ബ് പൊറുക്കാനായിട്ട് അവിടെ കൂടിയിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുക. അതുപോലെ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ മലായിക്കത്തുകൾ വന്ന് ചോദിക്കും. ഓരോ ചോദ്യം, മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാൻ, അതുപോലെ അവൻ്റെ ദീനേതാണ് എന്നൊക്കെ ചോദിക്കും. വമാ നബിയുക്, വമൻ നബിയുക്, നിൻ്റെ നബി ആരാൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉത്തരം പറയാനുള്ള ആ ഒരു തൗഫീക്ക്, ധൈര്യത്തോടുകൂടെ ഉത്തരം പറയാനുള്ള ശേഷി അതുണ്ടാകണം. അതിനു വേണ്ടിയുള്ള തേട്ടത്തിനാണ് തസ്ബീത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഖബറിൽ മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ, മൂടുകല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയുന്നു, തസ്ബീത്ത് തേടുന്നു. അതുപോലെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഈ സമൂഹത്തിൽ അറിയാമായിരുന്നില്ലത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ സഹോദരങ്ങളും അത് തുടങ്ങിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ മലക്കുകൾ ചോദിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ, ഈ സഹോദരന്, ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ മകൻ, സഹോദരൻ, നമ്മളെ സുഹൃത്ത്, അവരായിരിക്കും ഈ ഖബറിൽ. അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള തൗഫീക്ക് നീ നൽകണമേ, സ്ഥൈര്യം നീ നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണമെന്ന, ഇരു പാർശ്വത്തിൽ നിന്നും വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ പുറത്തു കൊടുക്കണമേ, റഹ്മത്ത് ചെയ്യണമേ, അതുപോലെ മാപ്പ് നൽകണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ എല്ലാ ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകണമേ. ഖബറെന്ന് പറയുന്നത് അത് ഇരുട്ടുള്ള വീടാണ്, ഏകാന്തവാസമാണ്. അവിടെ ഭയമുണ്ടാകും. ഒരു ഭയവുമില്ലാത്ത നിർഭയത്വം നൽകണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് ചൊല്ലാറുണ്ടായിരുന്നില്ല ഈ നാട്ടിലെ ആളുകൾ. അതിന് പകരം തൽഖീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് മുസ്ലിയാർ വന്ന് അവിടെ ഇരുന്ന് അങ്ങനെ പറയും, ഇതാ ജാഅക്കൽ മലക്കാനിൽ അസ്വദാനിൽ ആളമാനി എന്ന് പറഞ്ഞിട്ട്, അതായത് പരുഷ സ്വഭാവികളായ കറുത്ത രണ്ട് മലക്കുകൾ വരും. എന്നിട്ട് പിന്നെ മൻ റബ്ബുക എന്ന് ചോദിക്കും. അപ്പോൾ ഫഖുൽ റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് നീ പറഞ്ഞോന്ന് അറബിയിൽ പറഞ്ഞു കൊടുക്കുക ഈ മരിച്ചുപോയ മനുഷ്യന്. അദ്ദേഹം കേൾക്കുമോ? അദ്ദേഹത്തിന് അറിയോ? ചിന്തിക്ക പ്രിയമുള്ളവരെ, ഇന്നും ആ കാര്യം നമ്മുടെ ആളുകൾ, അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തെറ്റാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച പ്രസ്ഥാനം അതാണ് കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ, ഖബറടക്കം കഴിഞ്ഞാൽ അവിടെ കത്തപ്പുര എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. 40 ദിവസം യാമം മുറിയാതെ ഊതുക എന്ന് പറയും. നിർത്താതെ രാവും പകലുമൊക്കെ ഊതുക. പണ്ടൊക്കെ റാന്തലൊക്കെ വെച്ചിട്ടായിരുന്നു അവിടെ അങ്ങനെ ഓതുക. അങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ ഞങ്ങളുടെ മഹലിലൊന്നും അങ്ങ് കാണാൻ തന്നെ ഇല്ല. ഖബറടക്കം കഴിഞ്ഞാൽ ഉടനെ 4 കാല് നാട്ടി ഒരു ചെറിയ ഒരു ഷെഡ്, ഒരു ടെൻറ്റ് അത് സ്ഥാപിച്ച് അവിടെ ഒരു പടിയൊക്കെ കൊണ്ടുവന്ന് ഒരാളിങ്ങനെ ഓതും. അദ്ദേഹം കഴിഞ്ഞാൽ അടുത്ത ആൾ, അങ്ങനെ 24 മണിക്കൂറും അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഓതുകയാണ്. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ആ ഖബർ സിയാറത്ത് ചെയ്യണം, ആ ഖബർ സന്ദർശിക്കണം. അതാണ് നമ്മൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്ത് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. എന്താ കാരണം? ആളുകൾ ആ ഖബറുകളിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന ബഹുദൈവ വിശ്വാസം മനസ്സിൽ നിന്ന് പോയിരുന്നില്ല പലരുടെയും. അപ്പം അത് തീർത്ത് പോയിട്ട് ശുദ്ധമായ ഏകദൈവ വിശ്വാസം മനസ്സിലുണ്ടാകുന്നത് വരെ തൗഹീദ് കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞുകൊടുത്ത് തൗഹീദിൻ്റെ വക്താക്കളായി മാറിയപ്പോൾ പിന്നെ മരണചിന്തയുണ്ടാകാൻ വേണ്ടി, ഉഹ്റവിയായ ചിന്തയുണ്ടാകാൻ വേണ്ടി ഖബർ സന്ദർശിക്കാൻ നബി പഠിപ്പിച്ചു. നബി എപ്പോഴാണ് ഖബർ സന്ദർശനം നടത്തിയിരുന്നത്? രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല, വെള്ളിയാഴ്ചയെന്നോ മറ്റുള്ള ദിവസങ്ങളെന്നോ വ്യത്യാസമില്ല. ഇഷ്ടമുള്ള ദിവസം തോന്നുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കടന്നുറങ്ങും.
അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നബിയെ കാണൂല. നബി ആ മദീന പള്ളിയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള ബക്കിയ എന്ന് പറയുന്ന ആ മക്ബറയിൽ പോയി ഖബറാളികൾക്ക് സലാം പറഞ്ഞ് അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു ഖബർ സിയാറത്ത് നടത്തുന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഖബറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ആ ഖബറാളികൾക്ക് ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സഹീഹ് മുസ്ലിമിൽ കാണാം, കൈഫ അഖൂലു യാ റസൂലല്ലാഹ്, എന്താണ് ആ ഖബറാളികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഖൂലി യാ ആയിഷ, ആയിഷ നീ പറഞ്ഞോ, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ആയിഷ നീ പറഞ്ഞോ ആ ഖബറാളികൾക്ക് വേണ്ടിയിട്ട്, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, ഖബറിൽ കിടക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ഖബറാളികളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വരും. അള്ളാഹുവിനോട് ഞങ്ങളിതാ തേടുന്നു മാപ്പ് ചെയ്യാൻ, പുറത്തു തരാൻ, എല്ലാ പാപങ്ങളും പുറത്തു തരാൻ റബ്ബിനോട് തേടുന്നു. ആ അർത്ഥമുള്ള പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹയെ അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ അവർക്ക് ഖബർ സിയാറത്ത് നിർവഹിക്കാമെന്ന ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഖബറിൻ്റെ അടുത്ത് പോയി ധാരാളം പ്രാർത്ഥിക്കുന്ന, അവിടെ നെഞ്ചത്തടിച്ച് മാറത്തടിച്ച് അള്ളാഹുവിൻ്റെ കലാഖദറിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമ പാലിക്കാതെ അങ്ങനെയുള്ള ആളുകളോ അത് തെറ്റാണ്, അത് ഇസ്ലാം വിലക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെന്താ ആളുകൾ ചെയ്യുന്ന അറിയങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പോൾ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് നല്ല വലിയ ടൂറിസ്റ്റ് ബസ്സിൽ കയറ്റിയിട്ട് സ്വന്തം വാപ്പ മരിച്ചാൽ ആ വാപ്പാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാതെ ആ വാപ്പാൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ ഖബർ സന്ദർശിക്കുക, അതൊന്നുമില്ല. എന്നിട്ട് ഏർവാടി, അജ്മീർ, നാഗൂർ, മുത്തുപേട്ട അങ്ങനെ തുടങ്ങി ഭീമാപ്പള്ളി ഈ ജാറത്തിലൊക്കെ പോകുക. ആര്? അന്യ പുരുഷന്മാരോട് കൂടെ സ്ത്രീകളൊക്കെ പോകാൻ. ഒരു നേതാവായിട്ടൊരു മുസ്ലിയാരോ തങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. അങ്ങനെ ഒരു സിയാറത്ത് ടൂർ ഇസ്ലാമിലില്ല. വാഹനം സംഘടിപ്പിച്ചിട്ട് ഒരു പുണ്യയാത്ര എന്ന് പറയുന്നത് 3 സ്ഥലത്തേക്കേ പാടുള്ളൂ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, 3 പള്ളികളിലേക്ക് മാത്രമാണ് അങ്ങനെയുള്ള യാത്ര. അതേതാ 3 പള്ളി? പരിശുദ്ധ മക്കയിലുള്ള മസ്ജിദുൽ ഹറം, മദീന പള്ളി, മദീനത്തുള്ള നബിയുടെ പട്ടണമായിട്ടുള്ള നബിയുടെ പള്ളിയായിട്ടുള്ള മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവി. മറ്റൊന്നോ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ്. എന്നാൽ ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള പല ജാറങ്ങളിലേക്കും യാത്ര ചെയ്യുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തെറ്റാണ്! ദീനിന്ന് ആളുകൾ അകന്നു പോവുക, തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്ക് പോകുകയാണ്. അതാണ് നമ്മൾ എതിർക്കേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അനുഭവിക്കുകയാണ്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരാളുടെ ഒരു സ്വപ്നമാണ് വീട് പണിയാന്നുള്ളത്. വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ കുറ്റിയടിക്കുമ്പോൾ ആളെ കൊണ്ടുവരുന്നു സ്ഥാനം നോക്കാൻ. എന്നിട്ട് അവിടെ ഒരു പ്രാർത്ഥന, ആ മുസ്ലിയാർ പല കാര്യങ്ങൾ പറയുക, ഒരുപാട് ലക്ഷങ്ങൾ മുടക്കാണ് അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വീട് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ നോക്കൂ, ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിന് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ രാവിലെ കുത്തുബിയ്യത്തും വൈകുന്നേരം മങ്കൂസ് മൗലൂദും, അല്ലെങ്കിൽ വെറും മൗലൂദ്. ഈ മൗലൂദ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് സ്വലാത്തല്ലേ എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. സ്വലാത്താണോ? അല്ല കൂട്ടരെ, സ്വലാത്ത് മാത്രമല്ല, സ്വലാത്തുണ്ട് അല്പം, സ്വലാത്തൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ സ്വലാത്ത് മാത്രമല്ല, അതിൽ കടുത്ത ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള, തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ശിർക്ക് അതിലുണ്ട്. നിങ്ങൾ നോക്കൂ, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഗദി. അതിൽ മൗലൂദിലുള്ള ഒരു വരിയാണ്. മൗലൂദിൻ്റെ തുടക്കം തന്നെ എന്താ? സുബ്ഹാനല്ലദീ അത്ലാ ഫീ ഷഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വ സമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞുകൊണ്ടാ. അതായത് ലോകം പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ ഒളിവ്, മുഹമ്മദ് നബിയുടെ പ്രകാശം പടച്ച ആ റബ്ബ് മഹാപരിശുദ്ധനാണെന്ന്.
അങ്ങനെ ഏത് കിതാബിലുള്ള ഖുർആനിലുണ്ടോ? 10,000 ഹദീസുകളുണ്ട്. ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ? ഇല്ല. ലോകം പടച്ചിട്ടല്ല മുഹമ്മദ്, ലോകം പടക്കുന്നതിന് മുമ്പ് നബിയുടെ ഒളിവ് പടച്ചു എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. എന്നിട്ട് അതിലിങ്ങനെ പറയാം, ആദം നബി തവസ്സുൽ നടത്തി, നൂഹ് നബി ഇസ്തിഗാസ ചെയ്തു എന്നൊക്കെ ശുദ്ധമായ കളവുകളും തെറ്റായ കാര്യങ്ങളും പറയാം. ആരാ? നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ല കാലഘട്ടം തൗഹീദ് പഠിപ്പിച്ച മഹാനാണ്. ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ നടത്തി എന്നാണ് അതിൽ പറയുന്നത്. ചുരുക്കത്തിൽ പറയാൻ, ഈ മരിച്ചാൽ മൗലൂദ്, ജനിച്ചാൽ മൗലൂദ്, വീടെടുത്താൽ മൗലൂദ്, ആ മങ്കൂസ് മൗലൂദിൽ എന്താ പറയുന്നത്? ഒരുപാട് ഷിർക്കിൻ്റെ വരികളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ, നബിയോട് പറയാ, എല്ലാ നേതാക്കന്മാരുടെയും നേതാവായിട്ടുള്ള നബിയെ, അങ്ങയെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി, അങ്ങയുടെ സംരക്ഷണം എനിക്ക് വേണം. എൻ്റെ ഉദ്ദേശം, എൻ്റെ ആഗ്രഹം അങ്ങ് തട്ടിമാറ്റല്ലേ. ഖദ് ഹല്ല ബിഹി മാ ഖദ് അലിംത മിനൽ അദാ, അങ്ങേക്കറിയാം എനിക്കുണ്ടായിട്ടുള്ള വേദന, ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന അങ്ങേക്കറിയാം, എനിക്കിറങ്ങിയിട്ടുള്ള ദോഷം, ബുദ്ധിമുട്ട് അങ്ങേക്കറിയാം. എനിക്കുണ്ടായ പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുർബലതകളും അങ്ങേക്കറിയാം. അതുകൊണ്ട് എനിക്ക് സൗഭാഗ്യം തരണം, എൻ്റെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് മാറ്റണം. അങ്ങനെ നബിയോടുള്ള പ്രാർത്ഥനയാണ് അവിടെ ഉള്ളത്, ഈ മങ്കൂസ് മൗലൂദിലുള്ളത്. നേരത്തെ ഇതുണ്ടല്ലോ, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഖദീന, ജഹന്നമെന്ന് സൃഷ്ടികളെ രക്ഷിക്കുന്ന നബി എന്നാണ് അതിൽ വിശേഷണം നൽകിയിട്ടുള്ളത്. അങ്ങനെ ജഹന്നമെന്ന് രക്ഷിക്കുന്നവനാണോ മുഹമ്മദ് നബി? നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാ? നബി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന് പറയുന്ന പ്രാർത്ഥനയാ. സൂറത്തുൽ ബഖറയുടെ 201-ാമത്തെ വചനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ തരയണമേ, ആഖിറത്തിൽ നന്മ തരയണമേ, വഖിന അദാബന്നാർ, നരകത്തെന്ന് കാത്തുരക്ഷിക്കണമേ എന്ന നബി എന്നെ അള്ളാഹിനോട് പറയാണ്, പ്രാർത്ഥിക്കാണ്, നരകത്തെന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. എന്നിട്ട് ഇവർ മങ്കൂസ് മൗലൂദിലോ കുട്ടി ജനിച്ചാൽ, മരിച്ചാൽ, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ, വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ, നബിദിനാഘോഷത്തിന് എവിടെയും മൗലൂദ. ആ മൗലൂദിൽ എന്താ പറയുന്നത്? നരകത്തുനിന്ന് രക്ഷിക്കുന്നവൻ മുഹമ്മദ് നബിയാണെന്ന്. നബിയോ നബിൻ്റെ ഹയാത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നരകത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എൻ്റെ വാക്കുകൾ അതിനവസാനം കുറിച്ചുകൊണ്ട് പറയാനുള്ളത്, ഈ ദുനിയാവെന്ന് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവന് മാത്രം നേർച്ച നേർന്നുകൊണ്ട്, അള്ളാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയോടും. ഇപ്പോൾ പല ആളുകളും പലതും പറയുന്നുണ്ട്. ഈ ജിന്നിനോട് സഹായം തേടാം, മലക്കിനോട് എന്നൊക്കെ. അതൊന്നും ശരിയല്ല. അതൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. അതാണ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂലിനോട് അതാണ് ഈ ലോക ജനതയുടെ മുമ്പാകെ പ്രഖ്യാപിക്കാനായിട്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞത് എന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് ദുആ ചെയ്യുന്നത്. വലാ ഉശ്രികു ബിഹി അഹദാ, 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിൻ്റെ ആമുഖത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു ശക്തിയോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല അള്ളാഹുവിനോടല്ലാതെ, അവന് പുറമെ ഒന്നിനോടും ഞാൻ പങ്കുചേർക്കുകയില്ല എന്നുള്ള ആ റബ്ബിനോട് മാത്രമുള്ള പ്രാർത്ഥന. അതാണ് കൂട്ടരെ നമ്മൾ ചെയ്യേണ്ടത്. ആ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക. അതാണ് സമാധാനത്തിന് വേണ്ടി ഒന്നാമതായി ലോകം ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്. നമ്മുടെ സമ്മേളനം അതാണ് ഈ ലോകത്തോട്, ഈ ജനങ്ങളോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നടത്തുന്ന സമ്മേളനം എന്ന് പറയുന്നത് അതിൻ്റെ 4 ദിവസത്തെ സമ്മേളനമാണ്. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് ഏകദേശം ഒരു 8-9 ദിവസം ഒരു വലിയ എക്സിബിഷൻ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
ദ മെസ്സേജ് സയൻസ് ഇസ്ലാം എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മെഗാ എക്സിബിഷനാണ്. നിങ്ങളെല്ലാവരും കുട്ടികളെയും കുടുംബത്തെയൊക്കെ കൂട്ടിയത് പോയി കാണണം. എന്ന് പറഞ്ഞാൽ 10ഓളം വരുന്ന വിവിധ ശാസ്ത്ര ശാഖകൾ ഉൾപ്പെടുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ നമുക്ക് തരുന്ന ഒരു വലിയ എക്സിബിഷനാണ്. ആ എക്സിബിഷൻ അതോടുകൂടെ കുട്ടികൾക്കുള്ള ചെറിയ ഈ കിഡ്സ് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സംഭവമുണ്ട്. അതിനും പുറമെ 4 ദിവസത്തെ സമ്മേളനത്തിൽ അതിൽ പ്രത്യേകം പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ശിർക്കും ബിദ്അത്തും ചെയ്യാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, ഈ വാക്കുകൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്തുവാനോ നമ്മൾ വലിയ ആളുകളാകാനോ അല്ല. മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ആ കാഹളത്തിൽ ഊതപ്പെട്ടാൽ എന്തുണ്ട്? ആളുകൾക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, അന്നേ ദിവസം യാതൊരു ബന്ധുക്കളും ഉണ്ടാവുകയില്ല. പരസ്പരം ബന്ധുക്കളൊന്നും അവിടെ ഉണ്ടാകുകയില്ല. വലാ യതസാഅലൂൻ, അവിടെ ചോദ്യങ്ങളും അന്വേഷണങ്ങളൊന്നുമില്ല. എന്താ നിങ്ങളെ വർത്താനം, സുഖല്ലേ എന്നൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ സ്വന്തം ഭാവി, എൻ്റെ അവസ്ഥ എന്തായിരിക്കും, നരകാണോ സ്വർഗ്ഗാണോ, എനിക്ക് വലത് കയ്യിലാ ഗ്രന്ഥം കിട്ടുക ഇടത് കയ്യിലാ ഗ്രന്ഥം കിട്ടുക എന്നൊക്കെയുള്ള വലിയ ആലോചനയായിരിക്കും. സ്വന്തം വാപ്പാനെ കണ്ടാലും മകളെ കണ്ടാലും മകനെ കണ്ടാലും അന്വേഷണങ്ങളില്ല, ബന്ധങ്ങളില്ല. അതാണ് പരലോകം. അത് വലിയ ഒരു ലോകമാണ്. ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാമട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാമട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന, സ്വാലിഹീങ്ങളായി മരണമടയുന്ന ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായിട്ട് നമ്മുടെ ഈ പള്ളിയിലെ ഉസ്താദായിട്ടുള്ള നമ്മുടെ വീരാപ്പു അൻസാരിയെ സംസാരിക്കാനായി ക്ഷണിക്കും.